കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് വീടിനെ കറക്റ്റ് 8 തിരിക്കുന്നു, 8 ദിക്കുകൾ. അപ്പം നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്താലും എന്ത് പറഞ്ഞാലും വീടിൻ്റെ ദിക്കുകളെയും പറ്റിയാണ് പറയുന്നത്. കാരണം അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സൗഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പറയാതെ ഒരു പ്രോഗ്രാമും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീടിനെ 8 തിരിക്കുമ്പോൾ 8 ദിക്കുകൾ: കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, 4 മൂലകൾ. തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്. അങ്ങനെ 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിക്കായ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കന്നിമൂലയെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കന്നിമൂല ഭാഗത്തൊരു ദോഷം വന്നു. വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് നമുക്ക് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ആ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വീട്ടിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്ക്. രണ്ടെന്ന് പറയുമ്പോൾ ഗൃഹനാഥയുടെ ദിക്കാണ് തെക്ക് പടിഞ്ഞാറ്. ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ. അടുത്തത് മക്കളുടെ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ. ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ നമുക്ക് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാം. അപ്പോൾ ടോയ്ലറ്റ് വന്നാൽ ഇതുപോലുള്ളൊരു ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നമുക്ക് ആ ഭാഗം മിസ്സിങ്, അതായത് നമുക്കിപ്പോൾ കെട്ടിയടച്ച് ഇപ്പം വീടിൻ്റെ മൊത്തത്തിൽ സ്ക്വയറായിട്ട് തിരിക്കുക, അല്ലെങ്കിൽ റെക്റ്റാങ്കിളായിട്ട് തിരിച്ചിട്ട് അതിനെ കറക്റ്റ് 8 ഡിവൈഡ് ചെയ്യുമ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നൊരു ദിക്കിൽ നമുക്ക് റൂമുകളില്ലാത്തൊരവസ്ഥ, അവിടെ ഒഴിഞ്ഞു കിടക്കുന്നൊരവസ്ഥ. അങ്ങനെ വന്നാലും അതിനെ മിസ്സിങ് ആയിട്ട് പറയും. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മിസ്സിങ് ആണെങ്കിലും ഇതേ സെയിം പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നം, മറ്റേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് കഴിഞ്ഞിട്ട് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വരാം. ഇത് നമുക്ക് പൊളിച്ചു മാറ്റലില്ലാതെ അല്ലെങ്കിൽ പുതിയ റൂം കെട്ടിയെടുക്കാതെ നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മുടെ സാധാരണ വാസ്തുവിൽ കണ്ടുവരുന്നതും ചെയ്തു പോകുന്നതുമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിസ്സായിപ്പോയ അത്രയും ഭാഗം നമുക്കൊരു ബേസ്മെൻ്റ് എങ്കിലും കെട്ടി തിരിച്ച് നമുക്ക് എടുത്തുകൊണ്ട് അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പരിധി വരെ അതിനൊരു പരിഹാരമായിട്ട് അത് നിലനിൽക്കും. മറ്റൊരു കാര്യം അവിടെ ചെയ്യുന്ന പറയാം, അപ്പം നമുക്ക് അങ്ങനെ ഒരു ബേസ്മെൻറ്റ് കെട്ടി തിരിച്ചിട്ട് അതിൻ്റെ ആ കോർണറിൽ, ആ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ഇരുമ്പ് പൈപ്പ് കൊടുത്തിട്ട് അവിടെ ഒരു റെഡ് ലൈറ്റ്, നമ്മൾ ഗാർഡനിലൊക്കെ ഇടുന്ന കണക്കുള്ളൊരു CF ലാമ്പോ അതല്ലെങ്കിൽ ഒരു റെഡ് ലൈറ്റ് കൊടുത്തിട്ട് ഒരു 3 മണിക്കൂർ സമയം നമ്മളത് കത്തിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ നിന്നുകൊണ്ടിരുന്ന ആ ഒരു ലൈഫിൽ നിന്നും നമ്മുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് പക്കാ റിസൾട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നേരെ ആരോഗ്യ പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കളുടെ പ്രശ്നം, അല്ലെന്നുണ്ടെങ്കിൽ വിവാഹ തടസ്സം, ഇങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. അത് അല്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ബാത്റൂമാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിന് പുറത്ത് ആ ചുമരിൽ അവിടെ ഒരു റെഡ് ലൈറ്റ് കൊടുക്കുക, ഒരു 0 വോൾട്ട് ബൾബ് കൊടുക്കുക, എന്നിട്ട് രാത്രി ഫുള്ള് അത് കത്തിച്ചിട്ടാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലൈഫിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് അവിടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്, ടോയ്ലറ്റിനകത്തൊരു റെമഡി ചെയ്യണം. ഒരു അരിവാൾ അല്ലെങ്കിൽ ഒരു വളഞ്ഞ കത്തി ഇതെടുത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ടോയ്ലറ്റിനകത്ത് നിങ്ങൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നം പരമാവധി ലഘൂകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വരുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇങ്ങനൊരു പ്രശ്നം വന്നത്, അവിടെ നമ്മളതിനെ ക്യൂർ ചെയ്തു. എന്നിട്ട് സ്വീകരണ മുറിയിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളതിനെ ആക്ടിവേഷൻ ചെയ്യണം. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ക്രിസ്റ്റലിൻ്റെ ബോൾ ഹാങ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രീൻ താര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗോഡിൻ്റെ ചിത്രമോ രൂപമോ വയ്ക്കാം. അവിടെ ഒരു ചെറിയ ലൈറ്റോ അല്ലെങ്കിൽ ചുവന്ന പൂക്കളോ കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് നിലവിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ദോഷത്തെ പരിഹരിക്കാനും അവിടെ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സയൻസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.